ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു പരിപ്പ് രസമായിട്ടാണ്. ഈ ഒരൊറ്റ പരിപ്പ് രസം മാത്രം മതി വയറ് നിറച്ച് ചോറണം. ഇത്തിരി പപ്പടമൊക്കെ കാച്ചിയാൽ മതി. അതായത് എൻ്റെയൊക്കെ വീട്ടിൽ അമ്മയൊക്കെ പണ്ട് പനിയൊക്കെ വരുന്ന സമയത്ത് കുരുമുളക് ചാറുണ്ടാക്കും. കുരുമുളക് ചാറെന്ന് പറയുന്നതിൽ പരിപ്പൊന്നും യൂസ് ചെയ്യാറില്ല, സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ രസത്തിൻ്റെ സ്റ്റൈലിൽ തന്നെ തിക്കായിട്ട് പരിപ്പില്ലാതെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ രസം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പനി വരുന്ന സമയത്ത് നിവൃത്തിയില്ലാതെ കഴിക്കുന്നതായിരുന്നു. പക്ഷേ നാടൻ പരിപ്പ് രസത്തിൻ്റെ രീതിയിലേക്ക് ആ കുരുമുളക് ചാറിനെ കൺവേർട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു രൂപമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു രസം ഉണ്ടെങ്കിൽ രണ്ട് പപ്പടം കൂടെ കാച്ചിട്ട് സുഖസുന്ദരമായിട്ട് ചോറണം. അപ്പം ഞാൻ വെറുതെ പറയല്ല കേട്ടോ, എനിക്കത് പറയുമ്പോൾ തന്നെ വായി കൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പരിപ്പ് രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പരിപ്പ് രസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യരസത്തിൽ നമ്മൾ പരിപ്പിടാറില്ല. നമ്മുടെ വീട്ടിൽ ചില സ്ഥലത്ത് മാത്രമേ പരിപ്പ് രസമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാക്കും. അതിൽ ഈ കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വറുത്ത് ഇടുന്നു വിമലേട്ടൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ അതിനിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നതിനകത്ത് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. കാരണം അമ്മയുടെ പക്ക റെസിപ്പി എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റ് ഏകദേശം അതുപോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അമ്മ ഈ റെസിപ്പി ആയിരിക്കും യൂസ് ചെയ്തിരുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഈ രസം ഒന്ന് കഴിച്ചു നോക്കൂ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എളുപ്പപ്പണിക്ക് ഈ രസം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പരിപ്പ് രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കപ്പോൾ പരിപ്പ് രസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പരിപ്പ്. ഈ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പരിപ്പെടുത്ത് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്കറിലിട്ട് അടിച്ചെടുത്തതാണ്. ഞാൻ 2 വിസിലെടുത്തുള്ളൂ. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവനുസരിച്ച് അത് നോക്കണം. നല്ലപോലെ പരിപ്പ് വെന്ത് ഉടയണം, അല്ലാതെ പരിപ്പ് അങ്ങനെ കഷ്ണമായിട്ട് കിടക്കാൻ പാടില്ല. ഇത് നമ്മൾ ഒന്നുകൂടെ ഉടച്ചിട്ടാണ് ഇടുന്നത് പരിപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളത് തക്കാളി ഒരെണ്ണം, മല്ലിയില കുറച്ച്. ഇത് ചെറുതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല, കൈകൊണ്ട് പൊട്ടിച്ചിടാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പുളി. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെള്ളത്തിലിട്ടിരിക്കണേ. പിന്നെ ഇതിനാവശ്യമുള്ള 1-2 ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടി വരും. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ കടുക് വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്: കറിവേപ്പിൻ്റെ ഇല, 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽ മുളക്. ഇതല്ലാതെ നമുക്ക് ചില സാധനങ്ങൾ മിക്സിയിലിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ അരച്ചെടുക്കാനുള്ളതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. മിക്സിയുടെ ചെറിയ ജാറെടുക്കുക. അതിലേക്ക് 3-4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട്, ഇവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യണേ. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം. ഇത് ടീസ്പൂൺ അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഇടണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 2 തക്കാളി ഇട്ടായാലും ചതച്ചെടുക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കാറില്ല. ഞാൻ 2-3 തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുണ്ടോ, നമ്മുടെ മിക്സി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തക്കാളി രസത്തിൽ ഒട്ടും കടിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ഇട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചതയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നോൺ സ്റ്റിക്കൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഞാൻ 2ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിക്കണ്ട, ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തപ്പോൾ തന്നെ ആ രസത്തിൻ്റെ ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഇഞ്ചിയില്ല, ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ, മസാല ഒന്ന് മൂക്കണ വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഞാൻ മിതമായ എണ്ണയിലേ ചെയ്യാറുള്ളൂ. എക്സ്ക്യൂസ് മീ. 1 മിനിറ്റ് സോട്ട് ചെയ്താൽ മതിയല്ലോ, അതിപ്പം ഒരുപാട് നേരം ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. രസത്തിൽ തക്കാളി ഒട്ടും വേണ്ടാത്തവർക്ക് ഈ തക്കാളി മൊത്തം ആ ചതയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് ചതച്ചെടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്ത ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചില്ല, അതൊന്ന് റിൻസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ആയിരിക്കണം. ഇതിലൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ഉപ്പിൻ്റെ ഫൈനൽ അളവ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ ആ രസത്തിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന്ന്. വേറൊരു കാര്യം പറയാൻ വന്നത്, താല്പര്യമുള്ളവർക്ക് ഇത്തിരി ഉലുവയും കൂടെ ആ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ കായം ഞാൻ പറയാൻ മറന്നുപോയ ഇൻഗ്രീഡിയൻസിൽ കായം ഇടണം. ഒന്നുകിൽ കായം കടുക് വറുത്ത ശേഷം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തിളയ്ക്കണ സമയത്ത് ഇടാം. ഞാൻ തിളയ്ക്കണ സമയത്ത് ഇടുക, അത് പക്ഷേ അതുകൊണ്ട് അത് ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയത്. ഇത് അടച്ച് വെച്ച് സിം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മുടെ മിക്സൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ആ തക്കാളി മൊത്തം ഉടയണ്ട, അതുകൊണ്ടാണ്, കാരണം ചെറുതായിട്ടൊന്ന് കടിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ടാവും. ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ സാമ്പാറിലും പറഞ്ഞിരുന്നു, കാരണം പുളിയിൽ ഒരുപാട് തരികളും കരടും കാണും. ഇനി നമ്മുടെ രസം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാനിടാം. ഫ്ലെയിം ഹൈ ആക്കി വെച്ച് നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതനുസരിച്ച് ലൂസാക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണേ. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണേ, കാരണം പരിപ്പിടുമ്പോൾ ഇനി ഇത് തിക്കാവും. പരിപ്പില്ലാത്ത രസം വയ്ക്കേണ്ടവർക്കും ഇങ്ങനെ തന്നെ വയ്ക്കാം, പക്ഷേ പരിപ്പിൻ്റെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, അപ്പോൾ ഒരുപാട് വെള്ളം ആക്കരുത്. ഇനി അതിലേക്ക് നമ്മുടെ മല്ലിയില ഒന്ന് കൈകൊണ്ട് 4ആയിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇപ്പം തന്നെ പരിപ്പ് ചേർക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് രസം വയ്ക്കാറ്, അരിച്ച് കളയാറൊന്നുമില്ല. ആ കുരുമുളകൊന്നും പോകരുതെന്നാണ് പറയുക. ശരിക്കും പനിയൊക്കെ വരുന്ന സമയത്താണ് കൂടുതൽ രസം വെക്കുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് വെക്കുന്നത്. പരിപ്പ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കായം ചേർക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ അളവ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് എരിവോ എന്തെങ്കിലുമൊക്കെ പാകം കുറവോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇവിടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം വേണമെങ്കിൽ കുറച്ച് ചേർത്തോളൂ, എന്നിട്ട് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. എന്ത് വേണമെങ്കിലും, കുരുമുളക് പൊടി വേണമെങ്കിലും ഇതിലിടാൻ പറ്റും, മുളക് പൊടി വേണമെങ്കിലും ഇതിലിടാൻ പറ്റും, ഒക്കെ ഇപ്പോൾ ഇടാൻ പറ്റും. അതായത് ഒട്ടും ഇടരുതെന്നല്ല, ആദ്യം കുറച്ചിട്ട ശേഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ലെവൽ മാത്രം ഇവിടെ ഇടാം. ഇനി ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ പരിപ്പ് രസം തയ്യാറാവും. നമ്മുടെ രസം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. പരിപ്പ് രസം തയ്യാറായിട്ടുണ്ട്. ഈ പരിപ്പ് ഒട്ടും കാണണ്ടെന്നുള്ളവർക്ക് പരിപ്പും വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി ഒഴിക്കാം. അപ്പോൾ രസം തിക്കാവുകയും ചെയ്യും, പരിപ്പൊട്ടും കടിക്കാൻ കിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപ്പൊക്കെ കടിക്കുന്ന ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. അല്ലാതെ അങ്ങനെ കുടിക്കാനും നല്ല സ്വാദാണിത്. പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു പരിപ്പ് രസം കുടിച്ചാൽ തന്നെ പനി പകുതി പോകുമെന്നാണ് പറയാം. ഞാനിപ്പോൾ മോൾക്ക് തീരെ വയ്യായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു.